ഡിസംബർ 15 ബഹ്റിൻ വാർത്തയുടെ നൈറ്റ് അപ്ഡേറ്റ്സ് ലൈവ്. ഇന്നത്തെ രാത്രിയുടെ പ്രത്യേകത പുലരുമ്പോൾ ഡിസംബർ 16 ബഹ്റിന്റെ 49ാം ദേശീയ ദിനം. അഭിമാനത്തോടെ ബഹ്റിൻ ജനത പുരോഗതിയിലേക്ക് നടന്നു നീങ്ങിയതിന്റെ ഏതാണ്ട് 50 വർഷങ്ങൾ എന്നൊക്കെ പറയാവുന്ന വിധത്തിലേക്ക് എത്തുമ്പോൾ ബഹ്റിൽ കഴിയുന്ന പ്രവാസികളും ആ ചാരിതാർത്ഥ്യത്തിലാണ്. ദേശീയ ദിനത്തിന്റെ നിറവ്, വളർച്ചയുടെ ചാരിതാർത്ഥ്യം, വികസനത്തിന്റെ കുതിപ്പ്, പുരോഗതിയുടെ ലാവണ്യം, സാങ്കേതിക വിദ്യയുടെ തിളക്കം, ജീവകാരുണ്യപരതയുടെ നന്മ, പ്രവാസി സ്നേഹത്തിന്റെ മഹിതമായ മാതൃക, സഹിഷ്ണുതയുടെ പര്യായം, സാമ്പത്തിക ശക്തിയുടെ ലാളിത്യം, തുറന്ന സമീപനത്തിന്റെ മനോഹാരിത, പ്രകൃതി സൗന്ദര്യത്തിന്റെ ഉറവിടം, പാരമ്പര്യത്തിന്റെ കരുത്ത്, സാംസ്കാരികതയുടെ പൈതൃകം, ആരോഗ്യരംഗത്തെ മികവ്, പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള കഴിവ്, ഗൾഫിലെ ആദ്യ എണ്ണക്കിണറിന്റെ സാന്നിധ്യം, ലോക സമാധാനത്തിന്റെ പ്രവർത്തന വിജയം, 5G നെറ്റ്വർക്കിന്റെ സായുജ്യം, ഭരണസ്ഥിരതയുടെ മികവ്, കമ്മ്യൂണിക്കേഷന്റെ നൂതന വിദ്യകൾ, തൊഴിൽ മേഖലയിലെ വൈവിധ്യം, നവീനാശയങ്ങൾ, ബിസിനസ് സൗഹൃദ അന്തരീക്ഷം എന്നിങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാൽ ബഹ്റിന്റെ പുരോഗതിയുടെയും വളർച്ചയുടെയും കാര്യങ്ങൾ ഈ രാവ് മുഴുവൻ പറഞ്ഞാലും മതിയാവുകയില്ല എന്ന് തിരിച്ചറിയിക്കാം. ഭരണാധികാരികൾക്കും സ്വദേശികൾക്കും പ്രവാസികൾക്കും ബഹ്റിനെ സ്നേഹിക്കുന്ന, ഒരിക്കലെങ്കിലും ബഹ്റിൽ കഴിഞ്ഞിട്ട് ലോകത്തെവിടെയും ഇരുന്ന് ബഹ്റിനെ ഉറ്റുനോക്കുന്ന എല്ലാവർക്കും ദേശീയ ദിന ആശംസകളോടെയാണ് ബഹ്റിൻ വാർത്ത ഈ രാത്രിയിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രധാനമായും ഇന്ന് 2 പേർക്ക് 10 ബഹ്റിൻ ദിനാർ ക്യാഷ് വീതം നൽകുകയാണ് SBA ഹോളിഡേയ്സ് ഈ ദേശീയ ദിന ആഘോഷ നിറവിൽ. SBA ഹോളിഡേയ്സ്, SBA ഹോളിഡേയ്സ് എന്ന് എഴുതി ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ഇടൂ. നിങ്ങളുടെ പേരും നമ്പറും ഉണ്ടെങ്കിൽ അത്രയും സന്തോഷം. നാളെ തന്നെ നമുക്ക് പ്രഖ്യാപിക്കാം ആരൊക്കെയാണ് 10 ബഹ്റിൻ ദിനാർ വീതം ക്യാഷ് സ്വന്തമാക്കുന്നത്. സൗദി മൾട്ടിപ്പിൾ വിസ നൽകിക്കൊണ്ട് കീർത്തി നേടിയ SBA ഹോളിഡേയ്സ് അവതരിപ്പിക്കുന്ന ഈ ഒരു സമ്മാന പദ്ധതിയിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ കമന്റ് ബോക്സിലേക്ക് നിങ്ങളുടെ പേരും SBA ഹോളിഡേയ്സ് എന്നും എഴുതിയിട്ടു. വാക്സിൻ ബഹ്റിനിൽ ഓപ്ഷണലാണ്, അതായത് നിർബന്ധിക്കില്ല ആരെയും. നാഷണൽ ടാസ്ക് ഫോഴ്സ് ആണ് ഇക്കാര്യം പറയുന്നത്. സുരക്ഷിതമാണ് വാക്സിൻ, പക്ഷേ നിങ്ങളത് എടുത്തേ പറ്റൂ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇഷ്ടമുള്ളവർക്ക് എടുക്കാം, സ്വദേശിക്കും വിദേശിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ബഹ്റിൻ ഇക്കാര്യത്തെ സമീപിക്കുന്നത്. കഴിഞ്ഞ വർഷം ബഹ്റിനിലെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിലെ 9 വയസ്സുള്ള ഒരു കുട്ടി, ഇന്ത്യൻ കുട്ടിയാണ്, തനുശ്രീ ശിവരാമൻ, ഡോക്ടർമാരുടെ അവഗണന കൊണ്ട് മരിച്ചു എന്നുള്ള ഒരു ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ആ ഡോക്ടർക്ക് 6 മാസത്തെ ശിക്ഷ കൊടുത്തു. പിന്നീടും ശിക്ഷ ശരിവെച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവ് വന്നിരിക്കുകയാണ്. ഡോക്ടർ ശക്തമായ ഒരു അവഗണന കാട്ടി എന്നാണ് പറയുന്നത്. ബഹ്റിൻ മനുഷ്യ വിഭവശേഷിയുടെ വികസന വിഷയത്തിൽ 1ാമത്തെ ഘട്ടത്തിൽ നിൽക്കുകയാണ്. 1ാമത്തെ ടോപ്പ് പൊസിഷൻ എന്ന് പറയുന്ന സ്ഥാനത്താണ്, 42ാം സ്ഥാനത്താണ് എന്നാണ് ഇത് സംബന്ധിച്ചുള്ള അന്താരാഷ്ട്ര റാങ്കിംഗ് വിലയിരുത്തുന്നത്. ഇന്നും ബഹ്റിനിൽ മരണമില്ലാത്ത ദിവസമാണ്. കോവിഡ് രോഗബാധയാൽ 125 പുതിയ കേസുകളുണ്ടായി. അതിൽ 74 പേർ പ്രവാസികളാണ്. എന്ന് വെച്ചാൽ പ്രവാസികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. 150 ആളുകൾക്ക് രോഗമോചനമുണ്ടായി. മരണസംഖ്യ 348 തുടരുന്നു. 1588 ആളുകൾ ഇപ്പോൾ രോഗബാധിതരാണ്. അതിൽ 8 പേർ ക്രിട്ടിക്കലാണ്. അന്താരാഷ്ട്ര തലത്തിൽ 1,06,000-ലധികം ആളുകൾ ക്രിട്ടിക്കലായി കഴിയുന്നു. അതിൽ 8 പേർ ബഹ്റിനിലാണെന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഇന്നലെ 8,500-ലധികം ആളുകൾ മരിച്ചു. 5.25 ലക്ഷത്തിലധികം ആളുകൾക്ക് രോഗബാധയും ഉണ്ടായി. ഇന്ത്യയിൽ ഇന്നലെ 21,000, ഇന്ന് അതിനേക്കാൾ കുറഞ്ഞു വന്നിരിക്കുന്നു എന്നാണ് കണക്കൊടുവിൽ സൂചിപ്പിക്കുന്നത്. മൊത്തത്തിൽ 18,000-ലധികം ആളുകൾക്ക് ഇന്ന് രോഗബാധ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. GCC തലത്തിൽ പരിശോധിച്ചാൽ സൗദി അറേബ്യയിൽ ഇന്ന് 10 പേർ മരണമടഞ്ഞു. ഒമാനിൽ
3 പേർ മരിച്ചു എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഏതായാലും ബഹ്റിനിൽ ഇന്ന് മരണമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്ന ആ ഒരു ആശ്വാസ വാർത്ത എല്ലാവരും പങ്കുവയ്ക്കുന്നുണ്ട്. ദേശീയ ദിനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ബഹ്റിന് അത് കൂടുതൽ ആവേശം നൽകുകയാണ്. നാളെയും മറ്റന്നാളും അവധിയുടെ, അങ്ങനെ പറയാം, അവധിയുടെ ആ ഒരു ആഘോഷമാക്കാൻ വേണ്ടി ആളുകൾ ഒരുപാട് പേർ ദുബായിലേക്ക് പോകുന്നവരുണ്ട്, സഞ്ചാരം നടത്തുന്നവരുണ്ട്. ബഹ്റിനിൽ തന്നെ എല്ലായിടത്തും പോകാൻ ഏറ്റവും മികച്ച എന്റർടൈൻമെന്റുകൾ അനുവദിക്കപ്പെട്ടതെല്ലാം അതുമായി മുന്നോട്ട് പോകുന്നവരുണ്ട്. എന്താണെങ്കിലും ബഹ്റൈൻ ഇനി മുതൽ ഒരു അരനൂറ്റാണ്ടിന്റെ സായുജ്യത്തിലേക്ക്, പുരോഗതിയിലേക്ക് പോകുന്നു എന്ന് എളുപ്പത്തിൽ പറയാവുന്നതാണ്. ഓർമ്മിപ്പിക്കുന്നു, SB ഹോളിഡേയ്സ് ഈ രാത്രി നൽകുന്ന സമ്മാനം 2 പേർക്ക് 10 ബഹ്റിൻ ദിനാർ വീതമാണ് സമ്മാനം നൽകുന്നത്. ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിലേക്ക് നിങ്ങൾ എഴുതുക നിങ്ങളുടെ പേര്, SB ഹോളിഡേയ്സ് 10 ബഹ്റിൻ ദിനാർ. ഇപ്പോൾ വലിയ തുകയാണ് അത്യാവശ്യക്കാർക്ക്. എല്ലാവർക്കും നല്ലത് വരട്ടെ. അവധി ദിനങ്ങൾ സമ്പന്നമാകട്ടെ. മനസ്സ് സമാധാനത്തിലേക്ക് പോകട്ടെ. നന്ദി.